ഇടുക്കി കഞ്ഞിക്കുഴിയിൽ വ്യാജമദ്യ നിർമ്മാണ യൂണിറ്റ് കണ്ടുപിടിച്ച സംഭവത്തിൽ മേഖലയിലെ ബിവറേജസ് ജീവനക്കാർക്കും പങ്കുണ്ടെന്ന ആരോപണം. സംഭവത്തിൽ എക്സൈസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നും വിമർശനമുണ്ട്. കഴിഞ്ഞ 26-നാണ് വിവിധ സ്ക്വാഡുകൾ ഒന്നിച്ചു നടത്തിയ പരിശോധനയിൽ ഇടുക്കി കഞ്ഞിക്കുഴിയിൽ നിന്നും 70 ലിറ്ററോളം വ്യാജമദ്യം കണ്ടെത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് സ്പിരിറ്റ് ഉൾപ്പെടെയുള്ളവ എത്തിച്ച് വലിയ യൂണിറ്റായാണ് വ്യാജമദ്യ നിർമ്മാണം നടന്നത്. ഈ സംഭവത്തിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിവറേജസിലെ ചില ജീവനക്കാർക്കും ബന്ധമുണ്ടെന്നാണ് ആരോപണം. ജില്ലാതല എക്സൈസ് വിജിലൻസ് കമ്മിറ്റി മെമ്പർ PK ജയനാണ് തടിയമ്പാട് പ്രവർത്തിക്കുന്ന ബിവറേജസിലെ ജീവനക്കാർക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അടിയന്തരമായിട്ട് സർക്കാർ ഇടപെടണം. ഈ ജില്ലാ ആസ്ഥാന മേഖലയായ തടിയമ്പാട് കേന്ദ്രീകരിച്ചും ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ എന്താ സംഭവം വെച്ചാൽ ബീവറേജ് കോർപ്പറേഷനിലെ സ്റ്റാഫുകളാണ് ഇതിനകത്ത് നേതൃത്വം നൽകുന്നത്. പൂപ്പാറയിൽ നിന്നും വ്യാജമദ്യം കണ്ടെത്തുകയും അതിൽ ബിവറേജസിലെ ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന് തെളിയിക്കുകയും ചെയ്തിരുന്നു. ചില ഓട്ടോറിക്ഷ തൊഴിലാളികൾ കുറഞ്ഞ വിലയ്ക്ക് വ്യാജമദ്യം വിൽക്കുന്നതായി ബിവറേജസ് ജീവനക്കാർ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പരാതി നൽകിയതായും വെളിപ്പെടുത്തലുകളുണ്ട്. കേസിൽ എക്സൈസ് ഉദ്യോഗസ്ഥരും ബിവറേജസ് ജീവനക്കാരും ഉൾപ്പെടുന്ന സാഹചര്യത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.